الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ഷിഫ നസീബാക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഫലസ്തീനുകളടക്കം മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാശ്ചാത്യ ഇസ്ലാമിക ലോകത്ത് വളരെ അറിയപ്പെട്ടൊരു പേരാണ് പീറ്റർ തൗഫീഖ് എന്നുള്ളത്. പീറ്റർ തൗഫീഖ് 1959 ബ്രിട്ടനിൽ ജനിച്ചയാളാണ്. 2011 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. 2016 ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹം ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ പേര് പീറ്റർ തൗഫീഖ് എന്നായിരുന്നു. 2011 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇദ്രീസ് തൗഫീഖ് എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു എന്ന് മാത്രമല്ല, ഒരു കത്തോലിക്ക പുരോഹിതൻ കൂടിയായിരുന്നു. 5 വർഷക്കാലം അദ്ദേഹം പുരോഹിതനായി സേവനമനുഷ്ഠിച്ചത് സാക്ഷാൽ റോമിൽ തന്നെയായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ വെച്ച് മാർപ്പാപ്പയുമായിട്ടൊക്കെ, ജോൺ പോൾ മാർപ്പാപ്പയുമായിട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹവുമായി നടന്നൊരു അഭിമുഖം നമ്മുടെ മലയാള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ധാരാളം കാര്യങ്ങളിൽ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ, അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്? അതിന് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. 5 വർഷക്കാലം റോമിൽ തന്നെ സേവനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അവിടെ വച്ച് ജോൺ പോൾ മാർപ്പാപ്പയെയും മദർ തെരേസയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ എന്റെ പുരോഹിത വൃത്തി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടനിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഒരു ജൂനിയർ കോളേജിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കെ ഒരു വിദേശയാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ചെലവ് കുറഞ്ഞ യാത്ര എന്ന നിലയ്ക്ക് ഞാൻ തെരഞ്ഞെടുത്തത് ഈജിപ്റ്റാണ്. ഞാൻ ഈജിപ്തിൽ ചെന്നിറങ്ങി. ഞാൻ സന്ദർശിക്കുന്ന ആദ്യത്തെ മുസ്ലിം രാജ്യമായിരുന്നു ഈജിപ്ത്. അവിടെ ഇറങ്ങി ഞാൻ എന്റെ റൂമെടുത്ത് തെരുവുകൾ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ബാലനെയാണ്. ആ കുട്ടി എന്നെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചിരിച്ചിട്ട് അവനോട് ഹൗ ആർ യു എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി അൽഹംദുലില്ലാ എന്ന് മറുപടി നൽകി. അപ്പൊ ഞാൻ അവനോട് എന്താണ് ഈ അസ്സലാമു അലൈക്കും എന്നതിന്റെ അർത്ഥം?
അൽഹംദുലില്ലാ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇത്ര മനോഹരമായ ഒരു അഭിവാദന രീതി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അവൻ ഷൂൾ പോളിഷ് ചെയ്യുന്നൊരു ജോലിയിലാണ്. എന്റെ നാട്ടിൽ വലിയ വലിയ കോടീശ്വരന്മാർ പോലും അവരോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയാൻ മടിക്കുകയാണ്. അവിടെയാണ് ഈ ചെറിയ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന പയ്യനോട് എന്ത് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ അവൻ അൽഹംദുലില്ലാ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനത് സംതൃപ്തനാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു അവസ്ഥയിലും എങ്ങനെ സംതൃപ്തനാകാൻ കഴിയുന്നു എന്നത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതാണ് എന്റെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ കവാടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈജിപ്തിലെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. എന്റെ ജൂനിയർ കോളേജിലെ അധ്യാപനം തുടരുകയാണ്. മതവിഷയങ്ങളാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളത്. അക്കൂട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ചും എനിക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. എന്റെ വിദ്യാർത്ഥികളിൽ കുറെ മുസ്ലിം കുട്ടികളുണ്ട്. ആ കുട്ടികൾ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്. ഞാൻ അവര് നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ അവർ കാണാതെ ഞാൻ ആ നമസ്കാരം ഇങ്ങനെ വീക്ഷിക്കും. എനിക്കതിന്റെ അടുക്കും ചിട്ടയൊക്കെ വല്ലാതെ ആകർഷകമായി തോന്നി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ജുമാ നമസ്കാരത്തിലൊന്ന് പങ്കെടുക്കണം. അങ്ങനെ ഒരു ദിവസം ആ കുട്ടികൾ എന്നെ ലണ്ടനിലെ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ഞാനന്ന് മുസ്ലിം അല്ല. ഞാൻ ആ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. എന്നെ ആ ജുമാ നമസ്കാരത്തിന്റെ രീതി വല്ലാതെ ആകർഷിച്ചു. ഞാൻ ഉടനെ നമസ്കാരം കഴിഞ്ഞ് കെ.ടി. സ്റ്റീവൻസ് എന്ന പേരിൽ മുമ്പ് പോപ്പ് ഗായകനായി അറിയപ്പെട്ട് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച ആ മഹാപണ്ഡിതന്റെ അടുക്കൽ ചെന്നു. യൂസുഫുൽ ഇസ്ലാമിനോട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വല്ലാത്ത താല്പര്യങ്ങളുണ്ട്. യൂസുഫുൽ ഇസ്ലാം പറഞ്ഞു, എന്നാൽ എന്തിനാണിത് മറച്ചുവെക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം മാർപ്പാപ്പയെ കുറിച്ച്. ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിങ്ങനെ കുലുക്കി. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിരലിൽ കിടക്കുന്ന മോതിരം എന്റെ കയ്യിലെത്തി. അത്രമാത്രം എന്നെ സന്തോഷത്താൽ എന്റെ കൈ പിടിച്ച് കുലുക്കി. വളരെ നല്ല മനുഷ്യനാണ്. റോമിൽ ഒരു പള്ളി വെക്കാൻ വേണ്ടി മുസ്ലിമുകൾ ആലോചിച്ചപ്പോ അവിടെയുള്ള കത്തോലിക്ക വിശ്വാസികൾ എതിർത്തു. അന്ന് മാർപ്പാപ്പ ഇടപെട്ടാണ് ആ എതിർപ്പ് മാറ്റി. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നുള്ളത് റോമിലാണ്. റോമിൽ മുസ്ലിമുകളുണ്ട്. ഒരു മുസ്ലിം പള്ളിയിൽ ആദ്യമായി പ്രാർത്ഥന നടത്തിയ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനാണ്. അദ്ദേഹം എല്ലാ റമദാൻ മാസത്തിലും അവസാന വെള്ളിയാഴ്ച നോമ്പ് വയ്ക്കണമെന്ന് കത്തോലിക്ക വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നു, മുസ്ലിമുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇദ്രീസ് തൗഫീഖ് പറയാണ്, റോമിലെ ചില മുസ്ലിമുകളെല്ലാം ജോൺ പോൾ മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് കലിമ ചൊല്ലിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആ ഇന്റർവ്യൂവിനിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, കന്യാമറിയം ഹിജാബ് ധരിച്ച സ്ത്രീയാണ്. അവർ തലയിൽ തട്ടോട്ടിട്ടുണ്ട്. കന്യാസ്ത്രീകളും അവരും ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഹിജാബ് എന്നുള്ളത് യൂറോപ്യൻ സമൂഹത്തിന് അപരിചിതമായ ഒന്നല്ല. പിന്നെന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഹിജാബിനോട് ഇത്ര വലിയ എതിർപ്പുണ്ടായിത്തീരുന്നത്? ഇതാണ് ഇദ്രീസ് തൗഫീഖിനോട് ചോദിച്ച ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ കൃത്യം. അദ്ദേഹം പറഞ്ഞത്, അത് അവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമാണ്. അതിനെ നമ്മൾ പക്വമായി ഇടപെട്ടാൽ മതി അതിനോട് എന്നാണ്. ഈ വിഷയത്തിൽ ഒരുപാട് മറുപടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായ, ക്രിസ്തീയ പൗരോഹിത്യം സ്വീകരിച്ച് 5 വർഷം റോമിൽ തന്നെ മാർപ്പാപ്പയുടെ കീഴിൽ സേവനം ചെയ്ത അദ്ദേഹം പറയുന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ മറുപടി. അത് അവരുടെ അസൂയയുടെ ഭാഗമാണ് എന്നാണ് ഇതിനർത്ഥം. ഹിജാബ് അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടല്ല, കന്യാമറിയം ഹിജാബ് ധരിക്കാത്തതുകൊണ്ടുമല്ല, കന്യാസ്ത്രീകൾക്ക് ഹിജാബ് ഇല്ലാത്തതുകൊണ്ടുമല്ല. നിങ്ങളുടെ ഹിജാബിനോടുള്ള അവരുടെ എതിർപ്പിന്റെ കാരണം അത് അവരുടെ അസഹിഷ്ണുതയാണ്, അഥവാ അസൂയയാണ്.
നിങ്ങളതിനെ സമീപിക്കേണ്ടത് പക്വമായ രീതിയിലായിരിക്കും. ഞാൻ വിശുദ്ധ ഖുർആൻ സൂറ അൽ-ബഖറ എടുത്തു നോക്കുമ്പോൾ സൂറ അൽ-ബഖറയിൽ അള്ളാഹു ഇതേ വിഷയം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇദ്രീസ് തൗഫീഖ് എന്താണോ മറുപടി പറഞ്ഞത് അതേ മറുപടിയാണ് അൽ-ബഖറ സൂറയിൽ അള്ളാഹു തആല പറയുന്നത്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബികൾപ്പെട്ട ധാരാളം ആളുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ലൗ യറുദ്ദൂനകും അൻ ദീനിക്കും, നിങ്ങളുടെ മതസംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മതപരമായ സംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അല്ലാഹു പറഞ്ഞ കാരണം ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്നുള്ള അസൂയയുടെ പേരിൽ മാത്രമാണ്. അല്ലാഹു അവിടെ പറയുന്നുണ്ട്, അവർക്ക് സത്യമറിയാം. തലമറയ്ക്കണമെന്ന നിയമം മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, പൂർവിക സമുദായങ്ങൾക്കൊക്കെ തലമറക്കുക എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനികൾക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്. എല്ലാ മതങ്ങളിലെ നിയമമാണ് സ്ത്രീകൾ തലമറയ്ക്കുക എന്നുള്ളത്. മിംബാദിമാ തബയ്യന ലഹും, ഇവർക്ക് സത്യമറിയാം. എന്നിട്ടും ഇവരിതിനെ എതിർക്കുന്നത് ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്നുള്ള അസൂയയുടെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവരോട് എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു അസൂയ. നിങ്ങളെ ഈ മതത്തിൽ നിന്നും മാറ്റണം, മതത്തിന്റെ ആചാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. അവരോ മാറിപ്പോയി, നിങ്ങളും മാറണമെന്നുള്ള അതിയായ ആഗ്രഹവും അതിന്റെ പേരിലുണ്ടായ അസൂയയുമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന അതേ മറുപടിയാണ് ഇദ്രീസ് തൗഫീഖും പറഞ്ഞു വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 ചില്ലാനും പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ മടങ്ങി വരുന്ന ഒരേ ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം മാത്രമാണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഈസാ നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനമാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈസാ നബി തിരിച്ചു വരേണ്ടതുണ്ട്, അദ്ദേഹം പറയേണ്ടതുണ്ട്, ഞാൻ പ്രബോധനം ചെയ്ത വിശ്വാസമല്ല നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് എന്ന് ക്രൈസ്തവരോട് പറയേണ്ടതുണ്ട്. അതിനാണ് ഈസാ നബി തന്നെ മടങ്ങി വരുന്നത്. മൂസാ നബി മടങ്ങി വരുന്നില്ല, ഒരു പ്രവാചകനും മടങ്ങി വരുന്നില്ല. ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഈസാ നബി അല്ലാതെ വേറെയുമുണ്ട് ആകാശലോകത്ത്. പക്ഷെ അല്ലാഹു തആല തിരിച്ചുവിടുന്ന ഒരേ ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം ആകാൻ കാരണം അത്രമേൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൗത്യങ്ങൾ, പ്രബോധനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത്. ഈസാ നബി അലൈഹി സ്വലാം ഡമാസ്കസിലെ വെള്ളമിനാരത്തിൽ ഇറങ്ങി വരും സുബഹി നമസ്കാര സമയത്ത്. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന ദൗത്യവും ഇത് തന്നെയാണ്. പന്നികളെ കൊല്ലും, കുരിശുകൾ തകർക്കും. താൻ എന്താണോ ലോകത്ത് പ്രബോധനം ചെയ്തിട്ട് പോയത് ആ പ്രബോധനം അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ മുഴുവൻ വിശ്വാസങ്ങളും അദ്ദേഹം നിഷേധിക്കും. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാം ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് വിവാദങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ ക്രൈസ്തവ വിദ്യാലയങ്ങളും ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ അവിടെ അവരുടെ രീതികൾ മാത്രം മതിയെന്ന് മതമേലധ്യക്ഷന്മാർ നിർബന്ധം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വേഷം ധരിക്കണം, നിങ്ങളുടെ വേഷം പറ്റില്ല, നിങ്ങളുടെ കുട്ടികൾ എന്താകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അവരെന്ത് സംസ്കാരത്തിൽ വളരണം അത് ഞങ്ങൾ തീരുമാനിക്കും. സ്വന്തം മാതാപിതാക്കൾക്ക് മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാനോ അവർ സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചിലതൊക്കെ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈസാ നബി അലൈഹി സ്വലാം മടങ്ങി വരും, ഇവരോട് പറയും. യേശുവിന്റെ മണവാട്ടികളാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കന്യാസ്ത്രീകൾ തലമറച്ചവരാണ്. അവർക്കറിയാം, ബൈബിൾ ഇത് പറഞ്ഞിട്ടുണ്ട്. യേശു മണവാട്ടിയായി സ്വീകരിക്കണമെങ്കിൽ തലമറച്ചിരിക്കണമെന്ന് അവർക്കറിയാം. എന്തിലെ വിശുദ്ധരാകും? പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എല്ലാ സ്ത്രീകളും വിശുദ്ധരായിരിക്കണം. അവിടെ കാപട്യത്തിന്റെ നിലപാടുകളിൽ ആശുപത്രികളിൽ പോലും കുരിശന്റെ മുന്നിൽ സാഷ്ടാംഗം വമിക്കണമെന്നും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതര മതസ്ഥർ സ്വീകരിക്കണമെന്നും നിർബന്ധം പിടിക്കുന്നതിന്റെ പിന്നിലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച അസൂയ മാത്രമാണ്. എറണാകുളം ജില്ലയിലെ പ്രബലമായ ഒരു മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള, അവിടെ എന്റെ അനുഭവമാണ്, അവിടെ ഫോം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് മതം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മതം രേഖപ്പെടുത്തണം.
എന്തിനാണ് ആശുപത്രിയിൽ മതം ചോദിക്കുന്നത്? ആശുപത്രിയിൽ ചെല്ലുന്ന രോഗിയുടെ മതം അറിയേണ്ടത് എന്തിനാണ്? ഇപ്പോഴും നടക്കുന്നതാണ്. അവിടെ മതം ചോദിക്കുന്നുണ്ട്. മതം ടിക്ക് ചെയ്ത് കൊടുത്താലേ ആശുപത്രിയിൽ ടിക്കറ്റ് ചീട്ടിട്ടുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ ചിലർ, എല്ലാവരും നമ്മൾ പറയുന്നില്ല, ചിലരൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അവരുടെ നിലപാടിനൊത്ത് മാറുന്നില്ലെങ്കിൽ ഏത് മതേതരവാദിയെയും അവർ വർഗീയവാദികളാക്കും. അതല്ലേ പൊൻകുന്നം വർക്കിയെപ്പോലും. പൊൻകുന്നം വർക്കി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച് ക്രൈസ്തവ പൗരോഹിത്യത്തോട് പടവെട്ടി ജീവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിഗ്രഹധ്വംസകനായതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയോടൊപ്പം ഒരിക്കൽ ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ പോയി. അവിടെ വണങ്ങാൻ വേണ്ടി വച്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ പിടിച്ചു നിൽക്കുന്നത് കന്യാമറിയമാണ്. കന്യാമറിയം അവർ തട്ടമിട്ടിട്ടുണ്ട്. ഉണ്ണിയേശുവിനെ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയം, ഉണ്ണിയേശു ആണാണോ പെണ്ണാണോ? ഉണ്ണിയേശുവിന്റെ വസ്ത്രം ഒന്ന് ഞാൻ പൊക്കി നോക്കി, ആണോ പെണ്ണോ എന്നറിയാൻ വേണ്ടി. പൊൻകുന്നം പറക്കി പറയാണ്, അപ്പൊ ഞാൻ അവിടെ പെണ്ണിന്റെ അടയാളവും കണ്ടില്ല, ആണിന്റെ അടയാളവും കണ്ടില്ല. അന്ന് ഞാൻ വിശ്വസിച്ചു ഉണ്ണിയേശു നപുംസകമായിരിക്കുമെന്ന്. പൊൻകുന്നം വർക്കി പറയുന്നുണ്ട്, ഞാനിങ്ങനെ വിഗ്രഹധ്വംസകനായി പോയതിന്റെ പിന്നിൽ അതായിരിക്കാൻ കാരണമെന്ന് വർക്കി പറയുന്നു. അപ്പൊ തങ്ങളുടെ വിശ്വാസങ്ങൾക്കും തങ്ങളുടെ ആചാരങ്ങൾക്കും ഒത്തുനിന്നില്ലെങ്കിൽ ഏതൊരു മതേതരവാദിയെയും അയാളെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ, തെമ്മാടിക്കുഴിയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ. ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പൊ പള്ളുരുത്തി സ്കൂളിലുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട, അത് കേരളത്തിൽ അവിടെ മാത്രമേ നടന്നു എന്ന്. പലയിടങ്ങളിലും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ വിവാദമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇത് പുറത്തേക്ക് കൊണ്ടുവരാത്തത്. തമ്പാൻ തോമസ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രസിദ്ധനായ ഒരു അധ്യാപകൻ, അദ്ദേഹം പരസ്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ അച്ഛന്മാരുടെ പണിയും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മതം മാറ്റലാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല, തമ്പാൻ തോമസ് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞതാ. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മതം മാറ്റലാണ് ഇവരുടെ പണി. ഇടുക്കിയിലും ഹൈറേഞ്ചിന്റെ മലയോരങ്ങളിലും ക്രിസ്ത്യാനി പട്ടിണി കിടക്കുമ്പോ അവർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ ഞങ്ങളുടെ അച്ഛന്മാർക്ക് കഴിയില്ല. അവരത് ചെയ്യുന്നില്ല. ഇത് അനുഭവമാണ്, സത്യമാണെന്ന് കൂടി അദ്ദേഹം അത് പറഞ്ഞിട്ട് അടിയിൽ പറയുന്നു. അപ്പൊ ഇത് നാട്ടിൽ നടന്നു വരുന്ന, വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതിയാണ്. വിദ്യാലയങ്ങൾ എന്നുള്ളത് കുട്ടികളെ മതേതരത്വം പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. കുട്ടികളെ ഒന്നിച്ചു കാണേണ്ട സ്ഥലങ്ങളാണ്. അധ്യാപകന്റെ ജോലി കുട്ടികളിൽ തുല്യതാബോധവും സ്നേഹവും കാരുണ്യവും രാഷ്ട്രസ്നേഹവും മനുഷ്യസ്നേഹവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കലാണ് അധ്യാപകന്റെ ജോലി. അതാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. അവിടെ മതവൈര്യം പ്രകടിപ്പിക്കലല്ല അധ്യാപകൻ ചെയ്യേണ്ടത്. ഗുരു നിത്യചൈതന്യയുടെ ഒരു പുസ്തകമുണ്ട്, ദൈവം പ്രവാചകനും പിന്നെ ഞാനും എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പ്രൈമറി സ്കൂൾ കാലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഗുരു പറയുകയാണ്, ഞാനൊരിക്കൽ പ്രൈമറി സ്കൂളിൽ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ എന്റെ ക്ലാസ് അധ്യാപകൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ട് മുസ്ലിം കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഗുരു പറയുകയാണ്, അപ്പോൾ എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എഴുന്നേറ്റ് നിന്നു, ഞാനും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എന്നോട് അധ്യാപകൻ പറഞ്ഞു, ഇരിക്ക്, നീ മുസ്ലിം അല്ല. പിന്നെ അധ്യാപകൻ പറഞ്ഞു, ഈ ക്ലാസ്സിലുള്ള ക്രിസ്ത്യൻ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്ക്. അപ്പൊ എന്റെ കൂട്ടുകാരൻ ജോർജ് എഴുന്നേറ്റ് നിന്നു, ഞാനും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എന്നോട് അല്പം ശബ്ദം ഘടിപ്പിച്ചു പറഞ്ഞു, ഇരിക്ക്, നീ ക്രിസ്ത്യാനിയല്ല. മൂന്നാമത് അധ്യാപകൻ പറഞ്ഞു, ഈ ക്ലാസ്സിലെ ഹിന്ദു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്ക്. അപ്പൊ എന്റെ കൂട്ടുകാരൻ രമേശൻ എഴുന്നേറ്റ് നിന്നു, പക്ഷെ ഞാൻ എണീറ്റില്ല. കാരണം 2 പ്രാവശ്യം അബദ്ധം പറ്റി, ഇനി പറ്റണ്ടെന്ന് വെച്ച് ഞാൻ എഴുന്നേറ്റില്ല. അപ്പോൾ ഗൗരവസ്വരത്തിൽ എന്നോട് അധ്യാപകൻ പറഞ്ഞു, എഴുന്നേൽക്കൂ കഴുതേ, നീ ഹിന്ദുവാണ്. ഗുരു എഴുതുകയാണ്, അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഹിന്ദുവാണെന്നും ഒപ്പം കഴുതയാണെന്നും എനിക്ക് മനസ്സിലായെന്ന് ഗുരു എഴുതുന്നുണ്ട്. ഇതൊരു അധ്യാപകൻ ചെയ്യേണ്ട ജോലിയല്ല. അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് മതപരമായ വേർതിരിവ് അവർക്കിടയിൽ ഉണ്ടാക്കേണ്ട ജോലിയല്ല അധ്യാപകൻ ചെയ്യേണ്ടത്. അതൊരു അധ്യാപകന്റെ ജോലിയല്ല. ഒരു വിദ്യാലയത്തിൽ നിന്നും മനുഷ്യർ പ്രതീക്ഷിക്കുന്നതും അതല്ല. ഇത് ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രപതി എന്ന പ്രതിഭാ പാട്ടീൽ, രാജ്യത്തിന്റെ മികച്ച ഒരു രാഷ്ട്രപതിയായിരുന്നവർ, അവരൊരിക്കൽ പ്രസംഗിക്കുന്നുണ്ട്. ഒരു നാട്ടുരാജാവിന്റെ ജന്മവാർഷികത്തിൽ അവർ പ്രസംഗിക്കുന്നുണ്ട്, ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകൾ ഭാരതീയ സംസ്കാരം സ്വീകരിച്ചവരായിരുന്നു, അവർ തലമറച്ചിരുന്നില്ല. ഭാരതത്തിലെ സ്ത്രീകൾ തട്ടമിടാൻ തുടങ്ങിയത് മുഗളന്മാർ ഈ രാജ്യത്തേക്ക് വന്നപ്പോഴാണ്.
മുഗളന്മാരുടെ കാമാർത്തിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുസ്ലിം പെണ്ണ് ഭാരതത്തിൽ തട്ടമിടാൻ തുടങ്ങിയതെന്ന് സാക്ഷാൽ പ്രതിഭാ പാട്ടീൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് മുഗളന്മാരല്ല ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ മുസ്ലിം ഭരണാധികാരികൾ. അതിനൊക്കെ മുമ്പ് മുസ്ലിം ഭരണാധികാരികളോടുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതിഭാ പാട്ടീലിന്റെ വാക്ക് കേട്ട് മഹമ്മൂദ് ഖസ്നിയുടെ ആത്മാവ് പരലോകത്തിൽ നിന്ന് ചിരിക്കുന്നുണ്ടാകും. കാരണം അവരൊക്കെ ഇവിടുത്തെ ആദ്യകാല മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരം പഠിച്ചാൽ മതി, മറ്റൊരു മതക്കാരും അവരുടെ ആചാരങ്ങളും അവരുടെ വേഷവിധാനങ്ങളൊന്നും സ്കൂളിൽ വേണ്ട, മതമേതായാലും കുരിശണിഞ്ഞാൽ മതി എന്നുള്ള ചില ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ധിക്കാരപരമായ നിലപാടുകൾ അതൊരിക്കലും ഈ രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം, വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും മതമനുസരിച്ച് ജീവിക്കാനുമുള്ള മതസ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ 25 ഈ രാജ്യത്തെ പൗരന്മാർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അത് വകവെച്ച് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. സന്തോഷകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ആ വിഷയത്തിൽ എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഭരണഘടനയ്ക്കൊപ്പം നിൽക്കേണ്ടവരാണ് ഭരണാധികാരികളും കോടതികളും. ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യവും മൌലിക സ്വാതന്ത്ര്യവും പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭരണകൂടങ്ങൾ നിലകൊള്ളേണ്ടത്. അതിനുവേണ്ടിയാണ് കോടതികൾ വിധി പ്രഖ്യാപിക്കേണ്ടത്. ആ വിഷയത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഭരണഘടനയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് അവരുടെ മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്ന വിഷയം സുപ്രീം കോടതിയിലാണ്. അത് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ വിഷയം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങളെ അവന്റെ മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളുള്ളൂ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കെലിമയും മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തുള്ളതൊന്നും മതത്തിന്റെ അവിഭാജ്യമായ ഘടകങ്ങളല്ല. അതുകൊണ്ട് ഹിജാബ് ഒരു മുസ്ലിം സ്ത്രീക്ക് അനിവാര്യമല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ആരാണ് ഇങ്ങനെ പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? ഇപ്പൊ പള്ളുരുത്തിയിലെ വിവാദമായ സ്കൂളിൽ പോലും 140ഓളം മുസ്ലിം കുട്ടികൾ തട്ടമിടാതെ വരുന്നുണ്ട്. ഈ കുട്ടികൾ നൽകുന്ന സന്ദേശം എന്താണ്? തട്ടം ഞങ്ങളുടെ മതത്തിന്റെ അനിവാര്യമല്ല എന്നൊരു സന്ദേശമാണ് മാനേജ്മെന്റിന് കൊടുത്തത്. തട്ടം അനിവാര്യമായിരുന്നെങ്കിൽ ഈ 140 കുട്ടികളും ഇടണ്ടേ എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ട്? സൂറത്തുൻ നൂറിൽ അല്ലാഹു മുസ്ലിം സ്ത്രീയുടെ ഹിജാബിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയെ തങ്ങളുടെ ഭാര്യമാരോടും തങ്ങളുടെ പെൺമക്കളോടും മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം ധരിക്കണമെന്ന്, അവരുടെ മുഖമക്കനെ താഴോട്ട് താഴ്ത്തിയിടണമെന്ന്, അവർ പതിവ്രതകളാണെന്ന് അറിയപ്പെടാൻ അത് നല്ലതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തേ മുസ്ലിം പെൺകുട്ടികൾ ഇത് അനുസരിക്കാതെ പോയത്? അതുകൊണ്ടാണല്ലോ ഇത് മുസ്ലിം മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മതത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഇനി പലതും നിഷേധിക്കപ്പെടും. നമ്മളാണ് നിലനിർത്തേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്തൊരു നിയമം, ഒരു കാര്യം മറ്റുള്ളവർക്കാണോ ആവശ്യമുള്ളത്? സിഖ് സമൂഹത്തിന് ഹെൽമറ്റ് നിർബന്ധമില്ല. അവർക്ക് താടി വളർത്താൻ പട്ടാളത്തിൽ പോലും അനുവാദമുണ്ട്. എന്താണ് കാരണം? സിഖ് സമൂഹം ഇന്ത്യ രാജ്യത്ത് വന്ന മതസമൂഹങ്ങളിൽ അവസാനത്തെ മതസമൂഹങ്ങളിൽ ഒന്നാണ്. 1469 ഗുരുനാനാക്ക് ജനിക്കുന്നത്. അതിനുശേഷമാണ് സിഖ് മതം ഉണ്ടാകുന്നത്. 5 നൂറ്റാണ്ടിന്റെ പഴക്കമേ സിഖ് മതത്തിനുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിന് 1400 കൊല്ലത്തിന് കൂടുതൽ പഴക്കമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സിഖ് മതക്കാർക്ക് ഇതിന് അനുമതി കിട്ടി? അവരുടെ മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾ 5 അവർ തെളിയിച്ചു. 5-ൽപ്പെട്ടതാണ് അവരുടെ വാള് സൂക്ഷിക്കാനുള്ള അധികാരവും താടി വളർത്താനുള്ള അധികാരവും തലപ്പാവ് ധരിക്കാനുള്ള അധികാരവും അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ത്യൻ കോടതികൾ സിഖുകാർക്ക് അത് അനുവദിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മതത്തിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഇങ്ങനെ കോടതിയിലും മറ്റും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മത നിയമങ്ങൾ വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വലുത് മതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദീനാണ് വലുത്. ദീൻ കഴിഞ്ഞിട്ടേ മറ്റൊന്നും ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് പരലോക ജീവിത വിജയത്തിന് വേണ്ടിയാണ്. ഇവിടെ നിന്റെ കുട്ടി +2 പഠിച്ചോ എന്ന് പടച്ചോണ്ടിരിക്കൽ നാളെ ചോദ്യമില്ല. നിന്റെ കുട്ടി തലമറച്ചോ എന്ന് ചോദ്യം ഉണ്ടാകും. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പറഞ്ഞു വിടാതെ
മതപരമായ ചിട്ടകൾക്ക് സാധ്യതയുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. അങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. എന്തേ കഴിയാത്തത്? കോടിക്കണക്കിന് രൂപ മുടക്കി പള്ളികൾ കെട്ടിപ്പടുക്കാമെങ്കിൽ എന്തേ ഈ പള്ളികൾക്ക് കീഴിൽ സ്കൂളുകൾ തുടങ്ങാൻ കഴിയാത്തത്? ഓഡിറ്റോറിയങ്ങളല്ലല്ലോ പള്ളിക്ക് ആവശ്യം. ഓഡിറ്റോറിയങ്ങളെക്കാൾ പള്ളിക്ക് ആവശ്യം പള്ളിക്കൂടങ്ങളാണെന്ന് തിരിച്ചറിയണം. ഇസ്ലാമിക ചിട്ടയിൽ കുട്ടികൾക്ക് പോകാൻ കഴിയുന്ന പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കണം. തൃശൂർ ജില്ലയിൽ ഒരു ഹാജിയാര് തന്റെ പേരക്കുട്ടിയെ ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ വിട്ടു. ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുട്ടി കുരിശന്റെ മുന്നിൽ മുട്ടുകുത്തി തൊഴുകുന്ന കാഴ്ചയാണ് ഹാജിയാര് കാണുന്നത്. പ്രിൻസിപ്പളിനോട് കാര്യം പറഞ്ഞ് കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. അന്ന് രാത്രി നാട്ടിലെ പൗരപ്രമുഖന്മാരെ വിളിച്ചിട്ടൊരു യോഗം ചേർന്നു. നമ്മുടെ കുട്ടികൾ മതനിരാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ മത വിശ്വാസത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുകയാണ്, പകരം സംവിധാനം വേണം. അന്ന് രാത്രി ഹാജിയാര് യോഗം ചേർന്നു, സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഇന്ന് തൃശൂർ ജില്ലയിലെ വലിയ ഒരു സ്കൂളായി ആ സ്കൂൾ മാറിയിട്ടുണ്ട്. കഴിയില്ല നമ്മളെ കൊണ്ട്, ശ്രമിച്ചാൽ നടക്കാത്തത് എന്താണുള്ളത്? അതുകൊണ്ട് പകരം സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. മുസ്ലിം സമുദായം 1920 വരെ 1920 ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയുടെ സാക്ഷരത നിരക്ക് എന്ന് പറയുന്നത് 7.2%. നിങ്ങൾ ഈ കണക്കൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം വിദ്യാഭ്യാസ വിഷയത്തിൽ പിന്നോക്കം പോയത്? ക്രൈസ്തവന്റെ സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി പോകേണ്ടി വന്നതിന്റെ അവസ്ഥ എന്താണ്? 1920 ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സാക്ഷരത നിരക്ക് എന്ന് പറയുന്നത് 7.2%. എന്ന് പറഞ്ഞാൽ 1000 പേരെ എടുത്താൽ എഴുത്തും വായന അറിയാവുന്ന 122 പുരുഷന്മാരും 18 സ്ത്രീകളും. അതാണ് 1920 കണക്ക്. അത്രേ ഉള്ളൂ. എഴുത്തും വായന അറിയില്ല. 1980 വരെ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കായിരുന്നു. വളരെ പിന്നോക്കമായിരുന്നു. ദയനീയമായ പിന്നോക്കാവസ്ഥയായിരുന്നു മുസ്ലിംകൾക്കുണ്ടായിരുന്നത്. പക്ഷെ ക്രൈസ്തവരുടെ അവസ്ഥ അതായിരുന്നില്ല. ക്രൈസ്തവരെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായം 131 വർഷം പിന്നിലാണ്. ക്രൈസ്തവർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്തു വെച്ച് വിജയം പ്രാപിച്ച് 131 വർഷം കഴിഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങൾ ആ വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്തു വെക്കാൻ തുടങ്ങിയത്. 1948 ഫാറൂഖ് കോളേജ് തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമാണ് ഫാറൂഖ് കോളേജ്. 1948. 1817 കോട്ടയത്ത് മീനച്ചിലാറിന്റെ തീരത്ത് CMS കോളേജ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ CMS കോളേജ് തുടങ്ങിയത്? തിരുവിതാംകൂർ ദിവാൻ അന്നത്തെ തെക്കൻ കേരളത്തിലെ സുരിയാനി ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ, സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദിവാൻ ഒരു കമ്മിറ്റി നിശ്ചയിച്ചു. സച്ചാർ കമ്മിറ്റി പോലൊരു കമ്മിറ്റി. സച്ചാർ കമ്മിറ്റിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. തിരുവിതാംകൂറിലെ ക്രൈസ്തവർ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥയുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അന്നത്തെ തിരുവിതാംകൂർ മഹാറാണി ഗൗരി ലക്ഷ്മിഭായിക്ക് ദിവാൻ ഓർഡർ കൊടുത്തു. ക്രൈസ്തവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാനുള്ള സാവകാശം ഉണ്ടായിക്കൊടുക്കണം, അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൊടുക്കണം. അങ്ങനെയാണ് 1817 കോട്ടയത്ത് മീനച്ചിലാറിന്റെ തീരത്ത് 16 ഏക്കർ സ്ഥലം CMS കോളേജിന് അനുവദിക്കുന്നത്. അന്നത്തെ 500 രൂപയും തിരുവിതാംകൂർ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട് ഗൗരി ലക്ഷ്മി ഭായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്ഥാപനം പണിയാൻ ആവശ്യമായ മുഴുവൻ തടിയും കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കാം. ഗവൺമെന്റിന് അനുമതി കൊടുത്തു. അങ്ങനെ അന്ന് ഗവൺമെന്റ് കൊടുത്ത 16 ഏക്കർ സ്ഥലവും 500 രൂപയും കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത യഥേഷ്ടം വെട്ടിയെടുത്ത തടിയും ഉപയോഗിച്ചാണ് CMS കോളേജ് പണിതത്. അന്ന് മുസ്ലിമീങ്ങൾ ചിത്രത്തിലില്ല. എന്നിട്ടോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് CMS കോളേജിൽ വിദ്യാഭ്യാസം നടത്തണം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഓർഡറാണ്. കേംബ്രിഡ്ജിലെ കരിക്കുലമായിരിക്കണം CMS നടപ്പിലാക്കേണ്ടത്. അങ്ങനെ തിരുവിതാംകൂറിലെ മുഴുവൻ ക്രൈസ്തവ കുട്ടികളെയും പടിഞ്ഞാറിന്റെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ മിഷണറി ഓഫ് ഇന്ത്യ, ക്രിസ്ത്യൻ മിഷണറി ഓഫ് ഇന്ത്യ ഉത്തരവിറക്കി. അതിനവർ പരിശ്രമിച്ചു. അങ്ങനെയാണ് CMS കോളേജ് ഉണ്ടായത്. അന്ന് മുസ്ലിമീങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 1948 വരെ കാത്തിരിക്കേണ്ടി വന്നു മുസ്ലിമീങ്ങൾക്ക് ഒരു ഫാറൂഖ് കോളേജിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. അതുപോലെയാണ് ഒരു സച്ചാർ കമ്മിറ്റി. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടിയാണ് സച്ചാർ കമ്മിറ്റിയെ നിയമിച്ചത്.
സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി ഏറെ പിന്നിലാണെന്ന് റിപ്പോർട്ട് കൊടുത്തു. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നു. ഇന്നെന്താ പദ്ധതികളുടെ അവസ്ഥ? മുസ്ലിമീങ്ങൾക്ക് മാത്രമായി നടപ്പിലാക്കേണ്ട ചില പദ്ധതികൾ, ആ പദ്ധതികളിലേക്ക് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി ചേർത്തു. അതിന്റെ ആനുകൂല്യം എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കണമെന്ന് മുസ്ലിം നേതാക്കന്മാർ പ്രസംഗിച്ചു. വിവരമില്ലാത്തവര്. സത്യത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളും അത് മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടേണ്ടതായിരുന്നു. അതിൽ മറ്റു ന്യൂനപക്ഷങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ പങ്കുപറ്റി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങള്. അപ്പോഴാണ് 80-20 ഒക്കെ അനുപാതത്തിലേക്ക് തർക്കം വന്നത്. എന്തായി അവസ്ഥ? അതിന്റെ ദുരിതഫലമാണ് ഇന്ന് ന്യൂനപക്ഷ വകുപ്പ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായി പോയി. അതിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ പോലും മുസ്ലിമീങ്ങളല്ലാത്തവർ അവരോധിക്കപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ടാണ് മുസ്ലിം പിന്നോക്കാവസ്ഥ. ഈ CMS കോളേജ് സ്ഥാപനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ക്രൈസ്തവ സമൂഹം ഇങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളുടെ പണി എന്തായിരുന്നു എന്നറിയോ? മുസ്ലിമീങ്ങൾ, മലബാറിലെ മുസ്ലിമീങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയായിരുന്നു. അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പുറകെയായിരുന്നു. അവർ കുട്ടികളോട് പറഞ്ഞത്, മക്കളെ, നിങ്ങൾ അക്ഷരം പഠിക്കാനല്ല ഇപ്പൊ നിൽക്കേണ്ടത്, നമുക്ക് അക്ഷരങ്ങളെക്കാൾ വലുത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഈ കൊളോണിയൽ സംസ്കാരത്തെ രാജ്യത്തുനിന്ന് കെട്ടി ഓടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പഠിപ്പ് മുടക്കിയാണെങ്കിലും ബ്രിട്ടീഷുകാരന്റെ സംസ്കാരം നിങ്ങൾ സ്വീകരിക്കരുത്, അവന്റെ വിദ്യാഭ്യാസം സ്വീകരിക്കരുത്, അവന്റെ വേഷം സ്വീകരിക്കരുത്, അവന്റെ ഭാഷ സ്വീകരിക്കരുത് എന്നാണ് മലബാറിലെ മുസ്ലിമീങ്ങൾ അവരുടെ മക്കളോട് പറഞ്ഞത്. പക്ഷെ അന്ന് മറ്റുള്ളവർ പറഞ്ഞുകൊടുത്തത് സ്വാതന്ത്ര്യ സമരത്തിൽ നോക്കുകുത്തികളായിരുന്ന ചിലരുണ്ടായിരുന്നു. ഈ രാജ്യത്തെ സവർണരും ചില ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ. അവർ മക്കളോട് പറഞ്ഞത്, മക്കളെ, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പഠിപ്പ് മുടക്കി സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങരുത്. ഇന്ന് സമരപ്പന്തലിൽ ഇരിക്കുന്ന ആളുകൾ നാളെ പുറത്തിറങ്ങും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ സമരത്തിനിരിക്കുന്ന ആളുകൾ പുറത്തിറങ്ങും, നമുക്കകത്ത് കയറാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചോളി, അന്ന് നമുക്ക് രാജ്യം ഭരിക്കാമെന്നാണ് ക്രൈസ്തവ മിഷണറിമാര് അന്ന് ക്രൈസ്തവ കുട്ടികളെ ഉപദേശിച്ചത്. എന്താ നടന്നത്? നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചത് രാജ്യത്തിന് വേണ്ടി രക്തം കൊടുക്കണം, ജീവൻ കൊടുക്കണം, നമുക്ക് വലുത് രാജ്യമാണെന്ന് പഠിപ്പിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു കഴിഞ്ഞപ്പോ 1947 ശേഷം കൂട്ടക്കൊലകളാണ് രാജ്യത്തുണ്ടായത്. നെഹ്റുവും പട്ടേലൊക്കെ അവരുടെ പ്ലാനിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു പാകിസ്ഥാന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിമുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂട്ടക്കൊലകൾക്ക് വിധേയമായി. രാജ്യം ഭരിക്കാനോ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഇടനാഴികളിലോ മുസ്ലിമുകൾക്ക് അവസരം ഉണ്ടായില്ല. അന്ന് കാത്തിരുന്ന് പഠിച്ച ആളുകളുണ്ടല്ലോ, മക്കളെ പഠിപ്പിച്ച ആളുകൾ, അവർ ഭരണത്തിലേറി. അവിടെ നമ്മൾ തള്ളപ്പെട്ടു. ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവരുടെ ഭാഷ പഠിക്കരുത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണ്ട. അതിന് കാരണമുണ്ടായിരുന്നു. 1835 മക്കോള പ്രഭു, അന്നത്തെ വില്യം ബെനഡിക്ട് എന്ന് പറയുന്ന കേരളത്തിലെ ഗവർണറിന് കൊടുത്തൊരു ഓർഡർ ഉണ്ട്. മക്കോള പ്രഭു ഗവർണറോട് പറഞ്ഞത്, കേരളത്തിൽ ദശലക്ഷക്കണക്കായ മനുഷ്യന്മാരുണ്ട്, അവരെ നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ആവശ്യമായ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം. ആ പള്ളിക്കൂടങ്ങളിലൂടെ കേരളത്തിലെ മക്കളെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? നമ്മുടെ വിദ്യാഭ്യാസം പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരായിരിക്കും. അങ്ങനെയുള്ള ഒരു കുറെ കുട്ടികളെ ഇവിടുന്ന് വാർത്തെടുക്കണം. ഇതാണ് മക്കോള പ്രഭു ഇന്ന് കിട്ടിയ ഉത്തരവ്. മക്കോള പ്രഭു കൊടുത്ത ഉത്തരവ് ഇതാണ് കേരളത്തിലെ ഗവർണർ വില്യം ബെനഡിക്ടിന്. 2 അപകടങ്ങൾ അതിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി. ഒന്ന്, പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് ബ്രിട്ടീഷുകാരായ ആളുകളെ വാർത്തെടുക്കാനാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവിടെ കൊണ്ടുവരുന്നത്. ഒന്ന്, കൊളോണിയൻ ഭരണത്തെ അംഗീകരിക്കലാണത്. 2, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിഷനറി പ്രവർത്തനത്തെ അംഗീകരിക്കലാണ്. 2 നമുക്ക് പറ്റൂല. കൊളോണിയൻ സംസ്കാരവും കൊളോണിയൻ ആധിപത്യവും കൊളോണിയൻ ഭരണവും ഈ രാജ്യത്ത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഉലമാക്കൾ പറഞ്ഞു. 2, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ മിഷനറി പ്രവർത്തനത്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും ഇവിടെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ അന്ന് അതിനെതിരെ നിന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ക്രൈസ്തവരുമായി 131 വർഷക്കാലത്തെ വ്യത്യാസം, പിന്നോക്കം ഈ മുസ്ലിം സമുദായം അനുഭവിക്കേണ്ടി വന്നത്. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരക്കിലായിരുന്നു. നമ്മൾ എല്ലാവരും ചേർത്ത് നിർത്തി. സുഭാഷ് ചന്ദ്രബോസിനെ പഞ്ചാബിലെ കാശ്മീരിലെ മുസ്ലിമുകൾ ചേർത്ത് നിർത്തി സമരത്തിന് വേണ്ടി. സുഭാഷ് ചന്ദ്രബോസിനെ ഒളിച്ചിരിക്കാൻ കാശ്മീരിലും പഞ്ചാബിലും പള്ളികൾ കൊടുത്തു. ഈ പള്ളികളിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യ സമരം നയിക്കുക.
കേരളത്തിൽ EMS-നെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊണ്ടോട്ടിയിലെ പഴയ പള്ളിയുടെ മുകളിലാണ് മുസ്ലിമുകൾ സ്ഥലം കൊടുത്തത്. ചേർത്ത് നിർത്തിയവരെ. എന്നിട്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പിന്നോക്കം പോയത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ, സർ സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അലിഗഡ് സർവകലാശാലയ്ക്ക് 1875-77 കാലത്ത് തുടക്കം കുറിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളാൽ തുടങ്ങപ്പെട്ട ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി. ഇന്നെന്താണ് അതിന്റെ അവസ്ഥ? അലിഗഡ് യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു അലിഗഡ് പോലും വഞ്ചനയാണ്. ആദ്യം അത് പറഞ്ഞ് നെഹ്റുവാണ്. നെഹ്റു പറഞ്ഞത് അലിഗഡ് സർവകലാശാല മുസ്ലിങ്ങളെ നന്നാക്കാനല്ല, അലിഗഡ് സർവകലാശാല യൂറോപ്പിന്റെ ബ്രിട്ടീഷുകാരന്റെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അതിനുള്ളൊരു പാലമാണെന്ന് പറഞ്ഞു വെച്ചത് നെഹ്റുവാണ്. പിൽക്കാലത്ത് അലിഗഡിൽ ഇറങ്ങിയ പലരും മതനിരാശരായിരുന്നു, മതനിഷേധികളായിരുന്നു. അതിന്റെ തുടക്കക്കാരൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിന്റെ 34ാമത്തെ പൗത്രനാണ്. സയ്യിദ് കുടുംബമാണ്, തങ്ങളായിരുന്നു. അദ്ദേഹം ജഡ്ജിയായിരുന്നു, ബനാറസിൽ ജഡ്ജിയായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യയിലെ തന്നെ വലിയ ഒരു ഗണിത പണ്ഡിതനായ ഫരീദുദ്ദീൻ അഹമ്മദിന്റെ മകൾ അസീസുദ്ദീസ എന്ന് പറയുന്ന മാതാവിൽ നിന്നാണ് സർ സയ്യിദ് ജനിക്കുന്നത്. അവരിൽ നിന്നും ഖുർആൻ പഠിച്ചു. പക്ഷെ പിൽക്കാലത്ത് യൂറോപ്യൻ വിദ്യാഭ്യാസ രീതിയിലേക്ക് നീങ്ങി സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി എന്ന പേരിൽ കേംബ്രിഡ്ജ് സന്ദർശിച്ചു അദ്ദേഹം. കേംബ്രിഡ്ജിലേക്ക് കപ്പൽ കയറിയ സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിരിച്ചു വന്നുകൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ വിചക്ഷണരെ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കോളേജിന് തുടക്കം കുറിക്കുന്ന അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക്. ഇന്നതിന്റെ ന്യൂനപക്ഷ പദവി തുലാസിലാണ്. ന്യൂനപക്ഷ പദവി പോലും തുലാസിലാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ബദൽ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ പള്ളികളുടെ കീഴിൽ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് കയറി ചെല്ലാൻ കഴിയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കണം. എന്തേ നമുക്ക് മാറി നിൽക്കുന്നത്? നമ്മളെന്തേ മാറി നിൽക്കുന്നത്? അങ്ങനെയല്ലേ കേരളത്തിൽ പലതും തുടങ്ങിയത്. 1951-52 കാലഘട്ടം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ സ്കൂളുകളിൽ മതം പഠിച്ചിരുന്നു. മതം പഠിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതവർ നിഷേധിച്ചില്ല. അക്കാലത്ത് മതം പഠിച്ചിരുന്നത്, നമ്മൾ അറബി പഠിച്ചിരുന്നത് സ്കൂളുകളിലാണ്. പക്ഷേ 51-52 കാലഘട്ടമായപ്പോ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ സ്കൂളുകളിൽ മതം പഠിക്കുന്നു നിരോധിച്ചു. ഇനി മതം പഠിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊണ്ടുവന്നു. എന്താ മുസ്ലിമീങ്ങൾ ചെയ്തത്? ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലം അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു. സ്കൂളുകളിൽ മതം പഠിക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണം. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും അനുവദിച്ചതാണ്. ഗവൺമെന്റ് സമ്മതിച്ചില്ല, സാധിക്കില്ല, മതം പഠിക്കണമെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ പണിയണമെന്ന് പറഞ്ഞു. ഖായിദെ മില്ലത്ത് ഒരു ഭാഗത്ത് അവരോട് പോരാടുന്നതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾ സ്കൂളുകൾ ആരംഭിക്കണം, മദ്രസകൾ ആരംഭിക്കണം. അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അതിനുവേണ്ടി മലേഷ്യയിൽ പോയി, സിംഗപ്പൂരിൽ പോയി, ബർമയിൽ പോയി പിരിവ് നടത്തി. 12 ഏക്കർ സ്ഥലം മദ്രാസിൽ വാങ്ങി. ആദ്യത്തെ ന്യൂ കോളേജ് എന്ന പേരിൽ ആദ്യത്തെ സ്ഥാപനം 1951 ശിലാസ്ഥാപനം നടത്തി, കോളേജ് തുടങ്ങി. പിന്നീട് ജമാൽ മുഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു പണക്കാരൻ തമിഴ്നാട്ടിൽ 2ാമതൊരു കോളേജ് തുടങ്ങി. അത് കണ്ടിട്ടാണ് കേരളത്തിൽ ഫറൂഖ് കോളേജിനെ കുറിച്ച് നമ്മുടെ കേരളീയർ ആലോചിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഇനിയും ഇവരുടെ ആട്ടുതൂപ്പും ഏറ്റുകൊണ്ട്, ഇവര് പറയുന്ന വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഈ കുരിശിന്റെ മുന്നിലും യേശുവിന്റെ മുന്നിലും നമസ്കരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാതിരിക്കാൻ, ഇസ്ലാമികമായ സംസ്കാരത്തിലും വേഷത്തിലും ആദർശത്തിലും അടിയേച്ചു നിന്നുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ആവശ്യമായ ബദൽ സംവിധാനങ്ങൾ ഇനിയെങ്കിലും അതിനെക്കുറിച്ച് മുസ്ലിം സമുദായം ആലോചിക്കണം. ഇനിയെങ്കിലും ആലോചിക്കണം. നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഇനിയെങ്കിലും ആലോചിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ തട്ടം മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. ഇനി പലതും നമ്മൾ മാറ്റേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒന്ന്, രക്ഷിതാക്കൾ അത്തരം സ്കൂളുകളിൽ മക്കളെ വിടാതെ അതിന് സാധിക്കുന്ന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന സ്കൂളുകളിലേക്ക് മക്കളെ വിടാൻ വേണ്ടി തയ്യാറാവുക. രണ്ടാമത്, ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് മുസ്ലിം നേതൃത്വം, പ്രത്യേകിച്ചും പള്ളികൾ, ധാരാളം സമ്പത്തുള്ള പള്ളികൾ, ഇതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുക. ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമുദായത്തെ എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ അജണ്ടകളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി.